ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും വേദ വ്ളോഗ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേയായി നമ്മളൊരു ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട്, അപ്പോൾ ഇന്നൊരു ലോങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് രാവിലെ കുറച്ച് നേരത്തെ എഴുന്നേറ്റ ദിവസമായിരുന്നു. അപ്പോൾ എനിക്ക് വിളക്കൊക്കെ കൊളുത്തിയ ശേഷം പുറത്തോട്ട് ഇറങ്ങിയപ്പോഴാണ് നമ്മുടെ പൂക്കളൊക്കെ ഒന്ന് ചെറുതായിട്ട് പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് മഴയ്ക്ക് ശേഷം. പിന്നെ നേരെ ഞാൻ അടുക്കളയിലോട്ടുണ്ട് കയറിയത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാൻ. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി നമ്മൾ സിമ്പിളായിട്ടൊരു ഗ്രീൻ പീസ് കറി ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ബിഗിനേഴ്സിനായിക്കോട്ടെ, അതുപോലെ തന്നെ ബാച്ചിലേഴ്സിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ തലേ ദിവസം ഗ്രീൻ പീസ് ഒരു ഗ്ലാസ് കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ ഒരു സവാള, അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് കുറച്ച് വലുതാക്കിയിട്ട് നമ്മൾ അരിഞ്ഞെടുക്കുക. അതുപോലെ തന്നെ 2 പച്ചമുളക്, 4 അല്ലി വെളുത്തുള്ളി, അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് തക്കാളി, കുറച്ച് പുളി മതി, അതുകൊണ്ട് ഒരു ചെറിയൊരു തക്കാളി അത് ഞാൻ 4ആക്കി മുറിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയൊരു ക്യാരറ്റ്, അതും കുറച്ച് വലിയ പീസസ് ആയിട്ട്, കാരണം നമ്മൾ വിസിലടിക്കുമ്പോൾ ഇതൊക്കെ വെന്തുടഞ്ഞു പോകും. അതുകൊണ്ടാണ് ഉരുളക്കിഴങ്ങായാലും ക്യാരറ്റൊക്കെ കുറച്ച് വലിയ പീസായിട്ട് ഇട്ടിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് മുങ്ങിയ രീതിയിൽ നമ്മൾ വെള്ളം ഒഴിക്കുക. പിന്നെ നമ്മളിതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള പൗഡേഴ്സൊക്കെ ചേർക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. കുറച്ച് എരിവ്, അത്രയ്ക്ക് എരിവ് ഈ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഒരു മീഡിയം അത്ര പാകത്തിനുള്ള എരിവിന് 3/4 ടേബിൾ സ്പൂൺ മതി. അതുപോലെ തന്നെ പെട്ടെന്ന് നമ്മൾ സ്പൂൺ ചെക്ക് ചെയ്തപ്പോൾ കണ്ടില്ല, അതുകൊണ്ട് തന്നെ ഒരു ഏകദേശം ഒരു 3/4 ടേബിൾ സ്പൂൺ തന്നെ ഞാൻ ചിക്കൻ മസാല യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഗരം മസാല ഉള്ളൊരു ഗരം മസാല ആഡ് ചെയ്താൽ മതി. എന്നിട്ട് നമ്മൾ ഒരു 4-5 വിസിൽ വരുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കുക. അത് റെഡി ആകുമ്പോഴേക്കും നമ്മൾ തേങ്ങ അരപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് ഒരു 1/4 ടേബിൾ സ്പൂൺ ജീരകം കൂടി ഇട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ട് നമ്മൾ ഈ വെന്ത് വന്ന കഷ്ണത്തിലേക്ക് ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പാകത്തിന് ഉപ്പും കൂടെ ചേർക്കണം കേട്ടോ. അത് ഞാൻ വീഡിയോയിൽ ഇടാൻ മറന്നുപോയി. അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ കറി ലീവ്സ് ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് ഇനി ഒന്നുമില്ല, സിമ്പിളായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വറുത്തിടണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുക. അതുപോലെ തന്നെ അതിലേക്ക് കടുകിടുക, കറിവേപ്പില ഇടുക. നന്നായിട്ടൊന്ന് പൊട്ടിയ ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കറി അതിലോട്ട് ഒഴിക്കുക. നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. നൂൽപുട്ടിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ തിരക്ക് പിടിച്ച് കഴിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനും കഴിച്ചു. സിമ്പിളായി ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഏട്ടൻ പോയ ശേഷം ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴാണ് കേട്ടോ കണ്ടത്, ചാലിലൊക്കെ നിറയെ വാൽമാക്രി കുഞ്ഞുങ്ങൾ വന്നിട്ടുണ്ട്. നിങ്ങളുടെ അവിടെ നിങ്ങളിത് കണ്ടിട്ടുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ.